കുറച്ച് നാളുകൾക്ക് മുമ്പ് തിയേറ്റർ ആഘോഷമാക്കിയ റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലെ ആ പ്രശസ്തമായ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് ഇങ്ങനെയൊന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറ മലയാളി ക്രിക്കറ്റ് പ്രേമികളെ, നിങ്ങൾ ചിലരെങ്കിലും ആഗ്രഹിച്ചില്ലായിരുന്നോ ഇതുപോലൊരു ദിവസം? സത്യം പറയാമല്ലോ, എന്നിലെ ക്രിക്കറ്റ് പ്രേമി ആഗ്രഹിച്ചു. ഈ ചാനൽ സഞ്ജു സാംസൺ എന്ന താരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത പല വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ ആളുകൾ ചിലരെങ്കിലും ഇങ്ങനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. എന്തിനാണ് സഞ്ജു സാംസണ് ഇത്രയധികം ഹൈപ്പ് നിങ്ങൾ കൊടുക്കുന്നത്? ഒരു മലയാളി ആയതുകൊണ്ടാണോ സഞ്ജു സാംസണോട് ഇത്രയധികം സ്നേഹം? ചിലർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സഞ്ജു സാംസൺ ഇതിൽ കൂടുതൽ പ്രശംസ അർഹിക്കുന്നുണ്ടെന്ന്. എന്തായാലും വിമർശിച്ചവരും കൈയടിച്ചവരും എല്ലാം ആ മനോഹരമായ ഇന്നിങ്സ് ഓർത്ത് ആഹ്ലാദിച്ച, അറിയാതെ ഒന്ന് കണ്ണ് നിറഞ്ഞു പോയ ആ ആഘോഷരാവിൻ്റെ മൂഡിലാണ് ഈ വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ പോരാട്ടം നടക്കുന്നു. വെസ്റ്റ് ഇൻഡീസ് ഈ ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ്. ഇന്ത്യ മികച്ച ടീമാണെങ്കിലും അത്ര മികച്ച ഫോമിലല്ല ഈ ലോകകപ്പിൽ കളിച്ചത് എന്ന മത്സരം കാണുന്ന എല്ലാവർക്കും അറിയാം. മികച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. വെസ്റ്റ് ഇൻഡീസിന് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ലോകകപ്പ് പോലത്തെ ഒരു ബിഗ് സ്റ്റേജിൽ തിളങ്ങാൻ സാധിക്കുന്ന T20 ഫോർമാറ്റിന് അനുയോജ്യമായ ഒരുപാട് താരങ്ങൾ നടക്കുന്ന ടീമാണല്ലോ വെസ്റ്റ് ഇൻഡീസ്. അതിനാൽ തന്നെ ചർച്ചകളിൽ ഇന്ത്യയുടെ 3-4 താരങ്ങളുടെ പേരായിരുന്നു മാധ്യമങ്ങൾ കൂടുതലായി പറഞ്ഞിരുന്നത്. ഒന്ന് ജസ്പ്രീത് ബുംറ, മറ്റൊന്ന് വരുൺ ചക്രവർത്തി, മറ്റൊന്ന് ഇഷാൻ കിഷൻ. ഈ ടൂർണമെൻറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച 3 താരങ്ങൾ. ഇവർ വിചാരിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചേക്കും. ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ വന്നത്. സഞ്ജു സാംസൺ എന്ന താരത്തിൻ്റെ പേര് ആ സമയത്ത് പല മാധ്യമങ്ങളും പരാമർശിച്ച് പോലും കണ്ടില്ല. സഞ്ജു ഇന്ന് കളിച്ചേക്കില്ല എന്നൊക്കെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാരണം പ്രാക്ടീസിൻ്റെ സമയത്ത് സഞ്ജുവിനെ ഗ്രൗണ്ടിൽ കണ്ടില്ല എന്നതായിരുന്നു അതിന് കാരണം. ഈഡൻ ഗാർഡൻസിൽ ടോസ് വീഴുന്നതിന് മുമ്പ് ആരാധകർക്ക് ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ടോസ് കിട്ടണം. കാരണം ഡ്യൂ ഫാക്ടറുണ്ട്. വെസ്റ്റ് ഇൻഡീസ് ഇതിന് മുമ്പ് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ടീമാണ്. ഇങ്ങനെയൊക്കെ ആരാധകരുടെ ആ പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു എന്ന് തോന്നുന്നു. ഇന്ത്യക്ക് ടോസ് കിട്ടുന്നു. സൂര്യകുമാർ യാദവ് പതിവ് ചിരിയോടെ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. സൂര്യകുമാർ യാദവിൻ്റെ മുഖത്ത് വരുന്ന ആ ചിരി പവർ പ്ലേയിൽ വരെ ഇന്ത്യൻ ആരാധകരുടെ മുഖത്തും ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയുടെ ആരാധകർ എന്താണോ വിചാരിച്ചത് അത് ബോളർമാർക്ക് കൊടുക്കാൻ സാധിച്ചില്ല വിക്കറ്റിൻ്റെ രൂപത്തിൽ. പക്ഷേ വെസ്റ്റ് ഇൻഡീസിന് ഒരു താരം തന്നു, ഷായ് ഹോപ്പ്. ഏകദിന ശൈലിയിൽ ഒരു ഇന്നിങ്സ് ആയിരുന്നു ഷായ് ഹോപ്പ് കളിച്ചത്. ഏകദിന ശൈലിയിൽ ഷായ് ഹോപ്പ് കളിച്ചതോടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ആക്രമണം ബാറ്റിങ്ങിന് ചേർന്നുള്ള സ്കോറിലേക്ക് അവർക്ക് പവർ പ്ലേയിൽ എത്താൻ സാധിച്ചില്ല. പവർ പ്ലേയിൽ അങ്ങനെ എത്താൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് ഷായ് ഹോപ്പിൻ്റെ വിക്കറ്റ് വീഴുന്നത്. അതോടെ ഇന്ത്യൻ ആരാധകർക്ക് ചെറിയൊരു സങ്കടമായി. അവനവിടെ നിന്നാലും ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നുവരെ ആരാധകർ പറയാൻ തുടങ്ങി. ഹെറ്റ്മേയറും റുദർഫോർഡും അതുപോലെ തന്നെ ജെയ്സൺ ഹോൾഡറും അടങ്ങുന്ന ടീം എന്താണോ അവർ ഇത്രയധികം മികച്ച ടീമായി, അപകടകാരായ ടീമായി അറിയപ്പെടാനുള്ള കാരണമെന്ന് തെളിയിക്കുന്ന രീതിയിൽ വെസ്റ്റ് ഇൻഡീസ് പിന്നീട് കളിക്കാൻ തുടങ്ങി. അവർ ആഗ്രഹിച്ച സ്കോറിൽ നിന്ന് ഒരുപക്ഷെ 10-20 റൺസ് ഷോട്ടാണെങ്കിലും ഒരു T20 ലോകകപ്പിലെ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ 195 റൺസ് എന്നത് വളരെ മികച്ച സ്കോറായി നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും വെസ്റ്റ് ഇൻഡീസ് അവർ ആഗ്രഹിച്ച ആ 195-ലെത്തുന്നു. 4 വിക്കറ്റുകൾ മാത്രമാണ് അവർക്ക് നഷ്ടമായത്. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേരിനെ ഒന്നുകൂടെ പുകഴ്ത്താതിരിക്കാൻ സാധിക്കില്ല. ജസ്പ്രീത് ബുംറ വളരെ നിർണായകമായ ഷിമറോൺ ഹെറ്റ്മേറിൻ്റെ അടക്കം 2 വിക്കറ്റുകളാണ് ജസ്പ്രീത് ബുംറ ഇന്ന് വീഴ്ത്തിയത്. 4 ഓവറിൽ 36 റൺസ് അദ്ദേഹം വഴങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ 2 വിക്കറ്റുകളുണ്ടല്ലോ, ഈ മത്സരത്തിൻ്റെ ഗതി മാറ്റുന്നതിൽ ആ 2 വിക്കറ്റുകൾ വലിയ രീതിയിലുള്ള പങ്കാണ് വഹിച്ചത്. 196 റൺസാണ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത്. വിചാരിച്ച സ്കോർ വെസ്റ്റ് ഇൻഡീസ് നേടിയില്ലെങ്കിലും ഇന്ത്യൻ ആരാധകർക്കൊരു വലിയ പേടിയുണ്ടായിരുന്നു. കാരണം ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണയാണ് 160 മുകളിലൊരു ടാർഗറ്റ് ഇന്ത്യക്ക് ജയിച്ച് കയറാൻ സാധിച്ചത്. ആ 3 തവണയും ഇന്ത്യ ജയിപ്പിച്ച വലിയ മനുഷ്യൻ വിരാട് കോഹ്ലി ഇന്ന് ഇന്ത്യൻ ടീമിനൊപ്പമില്ല. വിരാട് കോഹ്ലി ഇല്ലാതെ ആര് ഈ ബാറ്റിങ്ങിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ആർക്കാണ് അതിനുള്ള ശക്തിയുള്ളത്? ആരാധകർ ചർച്ച ചെയ്യാൻ തുടങ്ങി. ആരാധകരുടെ ചർച്ചയൊക്കെ നടക്കുന്നതിനിടയ്ക്ക് തന്നെ ഇന്ത്യയുടെ ഇന്നിങ്സ് ആരംഭിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞതുപോലെ തന്നെ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ എന്ന താരത്തിന് കൊടുക്കുന്നൊരു പിന്തുണയുണ്ടല്ലോ, അതിന്നും കാണാൻ സാധിച്ചു. പതിപോലെ സഞ്ജു ആക്രമിച്ച് തന്നെ കളിക്കാൻ തുടങ്ങി. അഭിഷേക് ശർമ്മയ്ക്ക് ആ കോൺഫിഡൻസ് കിട്ടും എന്ന് വിചാരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടമായി. അദ്ദേഹത്തിന് 10 റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷം എത്തുന്നത് ഇഷാൻ കിഷനാണ്. ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ. ഇഷാൻ കിഷൻ 2 ബൗണ്ടറിയൊക്കെ അടിച്ച് നല്ല ടച്ചിലാണ് എന്ന് തോന്നിച്ച സമയത്ത് അദ്ദേഹത്തിന് വിക്കറ്റും നഷ്ടമാകുന്നു. അദ്ദേഹത്തിന് 10 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ആ സമയത്ത് നമ്മുടെ സഞ്ജു ഇങ്ങനെ പതുക്കെ അങ്ങ് മുന്നേറുകയാണ്. സഞ്ജുവിന് കൂട്ടായി എത്തുന്നത് സൂര്യകുമാർ യാദവ്. അവിടെ ഇരുവരും ചേർന്ന് ഒരു പാർട്ണർഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നു. ആ സമയത്ത് സഞ്ജു സാംസണെ കൈയടിക്കേണ്ട, കണ്ടാലൊന്ന് കെട്ടിപ്പിടിക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി. സഞ്ജു സാംസൺ എന്ന താരം കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനം മുതൽ ഈ T20 ലോകകപ്പിലെ മത്സരങ്ങൾ വരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വീക്ക്നെസ് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഷോർട്ട് ആം ബുൾ ഷോട്ട് കളിക്കുമ്പോൾ ഡീപ്പ് മിഡ് വിക്കറ്റിൽ ക്യാച്ച് നൽകി മടങ്ങുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്താണ് ഇദ്ദേഹത്തിന് ഈ മിസ്റ്റേക്ക് തിരുത്താൻ പറ്റാത്തത്? പല ക്രിക്കറ്റ് വിദഗ്ധരും ചോദിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്ന് ആ മിസ്റ്റേക്ക് ഉണ്ടായില്ല.
വെസ്റ്റ് ഇൻഡീസിൻ്റെ പേസർമാർ ആ കെണിയിൽ എങ്ങനെയെങ്കിലും സഞ്ജുവിനെ നിന്ന് കൊടുക്കാൻ ശ്രമിച്ചിട്ടും സഞ്ജു ആ കെണിയിലൊക്കെ നൈസായിട്ട് രക്ഷപ്പെട്ട് അവിടെയൊക്കെ സിംഗിളുകൾ അടിച്ചു. മോശം പന്തുകളെ ശിക്ഷിക്കാനും മറന്നില്ല. കൂടുതൽ ഗ്രൗണ്ടഡ് ഷോട്ടുകളൊക്കെ അടിച്ച് ഇന്ന് സഞ്ജു 12 ബൗണ്ടറികളാണ് നേടിയത്, 4 സിക്സുകൾ. അതിലുണ്ട് സഞ്ജു എത്രത്തോളം മനോഹരമായിട്ടാണ് ഈഡൻ ഗാർഡൻസിലെ പിച്ചിനെയും തൻ്റെ കഴിവിനെയും തൻ്റെ കഴിവ് കേടുകളെയും മാനേജ് ചെയ്ത് എന്നുള്ളത്. എന്തായാലും സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഇങ്ങനെ മനോഹരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സൂര്യകുമാർ യാദവിന് വിക്കറ്റ് നഷ്ടമാകുന്നു. സഞ്ജുവിനെ പോലെ തന്നെ 7 പഴികേട്ട തിലക് വർമ്മയാണ് പകരമെത്തുന്നത്. തിലക് വർമ്മയ്ക്ക് നമ്മൾ കൈയടിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ആ സമയത്ത് സഞ്ജു സാംസന് പ്രഷർ ഉണ്ടാവാതെ അവരൊരറ്റത്ത് മനോഹരമായി കളിച്ചോട്ടെ, ഞാൻ എൻ്റെ ഭാഗം ചെയ്തോളാം എന്നുള്ള രീതിയിൽ തിലക് വർമ്മയുടെ ആ 27 റൺസിന് നമ്മൾ കൈയടി കൊടുക്കണം. തിലക് വർമ്മയുടെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷം എത്തുന്നു ഹാർദിക് പാണ്ഡ്യ. ഹാർദിക്കിൻ്റെ ഒരു രീതി അറിയാമല്ലോ, വന്നു കഴിഞ്ഞാൽ ഉടനെ അറ്റാക്ക് ചെയ്ത് സാഹചര്യങ്ങളൊന്നും എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കിതൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ഹാർദിക് കളിക്കുന്നത്. പക്ഷേ ഹാർദിക്കിന് പതിവ് താളത്തിലേക്കൊന്നും എത്താൻ സാധിച്ചില്ല. താരത്തിന് 17 റൺസാണ് നേടാൻ സാധിച്ചത് 14 പന്തിൽ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെയും ഒരു മികച്ച ഇന്നിങ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഹാർദിക്കിൻ്റെ വിക്കറ്റ് നഷ്ടം വാങ്ങുമ്പോൾ ഒരു ഓവറിൽ 10 റൺസിന് മുകളിൽ ഇന്ത്യക്ക് വേണ്ട സാഹചര്യമാണ് കേട്ടോ. ആ സമയത്ത് ശിവം ദുബെ പകരമായി എത്തുന്നു. ശിവം ദുബെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ കൈയടി കൊടുക്കണം. കാരണം മറ്റൊന്നുമല്ല, ഈ ലോകകപ്പിൽ ഇഷാൻ കിഷൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് ശിവം ദുബെ. പലപ്പോഴും അർഹിച്ച പ്രശംസയൊന്നും അദ്ദേഹത്തിന് കിട്ടാറില്ല. കാരണം അവസാനം ഇറങ്ങി ആർച്ചാമി എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. ഒരു സിക്സൊക്കെ അടിച്ച് ഇവൻ പോയ കൊള്ളാം അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളൂ. പക്ഷേ ശിവം ദുബെ ആ കിട്ടിയ അവസരം വളരെ നന്നായി മുതലെടുത്തു. ശിവം ദുബൈക്ക് 8 റൺസ് 4 പന്ത്, അത് 2 ക്രൂഷ്യൽ ബൗണ്ടറി. അവസാന ഓവറിൽ 7 റൺസ് ജയിക്കാൻ വേണം. സഞ്ജു സാംസൺ ക്രീസിൽ നിൽക്കുന്നു. സഞ്ജു സാംസൺ എങ്ങനെയായിരിക്കും മത്സരം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്? സിംഗിൾ എടുത്തായിരിക്കുമോ? പല ടെൻഷനും അടങ്ങാൻ തുടങ്ങി. പക്ഷേ ആദ്യ പന്തിൽ തന്നെ മനോഹരമായൊരു സിക്സ്. തൻ്റെ വ്യക്തിഗത സ്കോർ 87 നിന്ന് ആ സിക്സോടെ 93 റൺസിലേക്ക്. പിന്നീട് ജയിക്കാൻ വേണ്ടത് ഒരു ഒറ്റ റൺസ് മാത്രമാണ്. സിംഗിൾ എടുത്തൊന്നും ഇത് ഫിനിഷ് ചെയ്യാൻ നോക്കിയില്ല. കാരണം ഇത്രയും നേരവും ഞങ്ങളൊന്ന് പതുക്കെ ശാന്തമായിട്ട് നിൽക്കുകയായിരുന്നല്ലോ. ഒരു ബൗണ്ടറി അടിച്ചു. 50 പന്തിൽ 97 റൺസ്, 12 ബൗണ്ടറിയും 4 സിക്സും അടങ്ങുന്ന മനോഹരമായ ഇന്നിങ്സ്. ആ ഇന്നിങ്സ് അവസാനിച്ച ശേഷം ഗ്രൗണ്ടിലിരുന്ന് ആകാശത്തേക്ക് കൈ ഉയർത്തി സഞ്ജു സാംസൻ്റെ ഒരു നിൽപ്പുണ്ട്. നിങ്ങളിൽ പറ്റുന്ന ആളുകൾ ആ ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചോളുക. അത്തരത്തിലുള്ളൊരു നിമിഷം തന്നെയായിരുന്നു. T20 ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഒരു ചേസിൽ കളിച്ച ഏറ്റവും മനോഹരമായ ഇന്നിങ്സ് എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പലരും പാകിസ്ഥാനെതിരെയുള്ള വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിനെയൊക്കെ പുകഴ്ത്തി വരാം. അതിനെയും നമ്മൾ ഒരിക്കലും തള്ളിക്കളയുകയല്ല. എന്നിലെ ക്രിക്കറ്റ് പ്രേമി പറയുകയാണ് ഇത് തന്നെയായിരുന്നു ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്ന്. കാരണം വിരാട് കോഹ്ലിയെ പോലെയല്ല, ഏറ്റവും അധികം പഴി കേട്ട, ഏറ്റവും അധികം വിമർശനം കേട്ട താരമായിരുന്നു സഞ്ജു സാംസൺ എന്നുള്ളത് കൊണ്ട് തന്നെ. എന്തായാലും ഇന്ത്യ സെമിയിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ഏറെ പഴി കേട്ട, ഏറെ വിമർശനം കേട്ട ആ താരത്തിൻ്റെ ചിറകിലേറെ തന്നെ. എതിരാളികൾ ഇംഗ്ലണ്ടാണ്. മറ്റൊരു മനോഹരമായ മത്സരം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ടീമായിട്ടാണ് അവരും വരുന്നത്. എന്തായാലും 2 മികച്ച ടീമുകളുടെ പോരാട്ടം നമുക്ക് ആസ്വദിക്കാം.